മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 6:20 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 6 വേഴ്സ് 20. മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. ലിങ്കണെ ഒരു സ്നേഹിതൻ വിരുന്നിന് ക്ഷണിച്ചു. ഭക്ഷണത്തിന് ശേഷം മദ്യം വിളമ്പുന്ന ശീലം പാശ്ചാത്യർക്കിടയിലുണ്ട്. വിരുന്നിന്റെ ഭാഗമാണിത്. വിലയേറിയ മദ്യക്കുപ്പികൾ മേശമേൽ നിറഞ്ഞു. അത് തുറക്കുമ്പോഴുള്ള പ്രത്യേക ഗന്ധം മുറിയിൽ നിറഞ്ഞു. ഒരു ടവലെടുത്ത് മൂക്ക് മൂടിയിട്ട് ലിങ്കൺ തന്റെ ഗ്ലാസ് കമഴ്ത്തി വെച്ചു. രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ ലിങ്കന്റെ ഈ പ്രവൃത്തി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ ക്ഷണിച്ച സ്നേഹിതൻ അടക്കത്തിൽ പറഞ്ഞു, അങ്ങന്റെ അതിഥിയാണ്. ഇന്ന് ഞാൻ എന്ത് വിളമ്പിയാലും അത് ഭക്ഷിക്കേണ്ട കടമ അങ്ങേക്കുണ്ട്. എന്റെ വാക്ക് അങ്ങ് പാലിക്കണം. ലിങ്കൺ ആതിഥേയനെ നോക്കി സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, താങ്കളുടെ വാക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ശരി തന്നെ, പക്ഷേ എന്റെ അമ്മയോട് മരണക്കിടക്കയിൽ അവസാനം ചെയ്ത വാക്ക് ഞാനും പാലിക്കേണ്ടതല്ലേ? പുകവലിക്കുകയോ മദ്യപിക്കുകയോ ഇല്ലെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തുപോയി. പിന്നെ സ്നേഹിതൻ നിർബന്ധിച്ചില്ല. അതേ പ്രിയമുള്ളവരെ, കുപ്പികളിലൂടെ ഭ്രാന്ത് കൈമാറുന്ന സ്ഥലമാണ് മദ്യം വിളമ്പുന്ന സ്ഥലം. മദ്യം അതിൽ തന്നെ പാപമാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. സൗകര്യപൂർവ്വം നമ്മളത് മറന്നിട്ട് നമ്മുടെ വഴികളിലൂടെ പോകുന്നത് നാശത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.